പല ഭീമൻ യന്ത്രങ്ങളെയും മുറുക്കി നിർത്തുന്ന സ്ക്രൂകളും നട്ടും ബോൾട്ടും ഉരുത്തിരിഞ്ഞു വന്നത് ദീർഘകാലത്തെ പരിണാമത്തിലൂടെയാണ്. ആദ്യകാലത്തെ സ്ക്രൂ റോമാക്കാർ നിർമ്മിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. വെങ്കലം, വെള്ളി എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച ഈ സ്ക്രൂകൾ മരത്തടികൾ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി ഈ സ്ക്രൂകളും അപ്രത്യക്ഷമായി. പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ ജോൺ ഗുട്ടൻബർഗ് അച്ചടി പ്രസ് കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ് സ്ക്രൂവിനെക്കുറിച്ച് വീണ്ടും കേൾക്കുവാൻ തുടങ്ങിയത്. എന്നാൽ ഇവയെല്ലാം കൈകൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ഇറ്റാലിയൻ ചിത്രകാരനായിരുന്ന ലിയാനോ ഡാ വിഞ്ചി സ്ക്രൂ നിർമ്മിക്കുവാൻ സാധിക്കുന്ന യന്ത്രത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചിരുന്നുവെങ്കിലും അവയൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് 1568-ൽ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ജാക്വിസ് ബെസ്സനാണ് സ്ക്രൂ നിർമ്മിക്കുവാനുള്ള യന്ത്രം നിർമ്മിച്ചത്. ആദ്യകാല നട്ടും ബോൾട്ടും 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി തന്നെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ ബോൾട്ടുകൾ ഒരറ്റം പരന്ന സ്ക്രൂകൾ മാത്രമായിരുന്നു. നട്ടുകളാകട്ടെ കൈകൊണ്ട് നിർമ്മിച്ചതിനാൽ പ്രാകൃതാവസ്ഥയിലുമായിരുന്നു. പിരികളില്ലാത്തതിനാൽ വളരെ കൃത്യമായ തുളകളിലൂടെ മാത്രമേ നട്ടും ബോൾട്ടുകളും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിശ്ചിത പിരികളും വ്യാസവുമുള്ള നട്ടുകളും ബോൾട്ടുകളും നിർമ്മിക്കുവാൻ സാധിക്കുന്ന യന്ത്രം നിർമ്മിച്ചത് ഇംഗ്ലീഷുകാരനായ ഹെൻറി മോസ്ലെയാണ്. ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി സ്ക്രൂവും നിർമ്മിക്കുവാൻ സാധിക്കുമായിരുന്നു. 1797-ൽ അദ്ദേഹം നിർമ്മിച്ച ഈ യന്ത്രമാണ് പിൻകാലത്ത് എഞ്ചിനീയറിംഗ് രംഗത്തുണ്ടായ കുതിച്ചുചാട്ടത്തിന് അടിസ്ഥാനം നൽകിയത്. ലോകത്താകമാനമുള്ള നട്ടുകളുടെയും സ്ക്രൂകളുടെയും പിരികൾ ഏകീകൃതമാക്കിയത് 1841-ലാണ്. സിവിൽ എഞ്ചിനീയറായിരുന്ന ജോസഫ് വൈറ്റ്വർത്താണ് പിരികളുടെ ആഴവും ഉയരവും രൂപവുമെല്ലാം നിജപ്പെടുത്തിയത്.